ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ്വമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും കൃപകളും ഭഗവാന്റെ അനുഗ്രഹവും എല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്. എല്ലാ മക്കളുടെയും കമൻസുകൾ ഇന്ന് ഇത് രാമായണം പാടുമ്പോൾ ചെല്ലുമ്പോൾ എല്ലാം പറയാൻ സമയം കിട്ടത്തില്ല. അതുമല്ല സ്പീഡിന് വായിക്കാൻ ഒക്കത്തുമില്ല. എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് രാമായണം വായിക്കാം. അങ്ങനെ വായിക്കാത്തവരാണ് ഈ 30 ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ വായിക്കുന്നത്. നമുക്ക് എന്നും ഇതൊക്കെയാണല്ലോ. ഇത് എത്രത്തോളം ഈ മൊബൈലിൽ പോകുമെന്ന് അറിയാനും വയ്യ. അത് പതുക്കെ വായിച്ചാൽ 1-2 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് നമുക്ക് 1 മണിക്കൂറോളം ഉള്ളത് എടുത്തിട്ട് ബാക്കി നാളെ ഇങ്ങനെ പോകാം മക്കളെ. എൻ്റെ തൊണ്ടയും വയ്യല്ലോ. അതുകൊണ്ട് അത് 30 ദിവസം കഴിഞ്ഞാൽ നമുക്ക് എന്നും വായിക്കാം, എപ്പോഴും വായിക്കാം. അത് തീരോളം നമുക്ക് വായിക്കാം. അതുകൊണ്ട് എല്ലാ മക്കളും അതുകൊണ്ട് വിഷമിക്കേണ്ട. നമുക്ക് ഇത് ഒരു ദിവസം മുടങ്ങാതെ വായിക്കണമെന്നാണ് നിയമം. എല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് അന്നന്ന് വായിക്കേണ്ടത്. അതുകൊണ്ട് അതിന് വിഷമിക്കേണ്ട. നമുക്ക് എനിക്ക് ഈ ഭാഗവതമൊക്കെ ഇടുന്നതുകൊണ്ടാണ് 31 ദിവസം കൊണ്ട് ഇതൊക്കെ തീർക്കാമെന്ന് കരുതുക. അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട, നമുക്ക് കുറേശ്ശെ ഇടാം. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഓം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡമാണ് ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മളിവിടെ ഭഗവാൻ ശ്രീരാമന് അഭിഷേകമൊക്കെ അവർ കരുതി. അങ്ങനെ ശ്രീരാമൻ ലക്ഷ്മണനോട് രഹസ്യമായി പറഞ്ഞു, നാളെ എനിക്ക് അഭിഷേകം ചെയ്യാനിരിക്കുവാണ് പിതാവ്. അങ്ങനെ മത്സ പിന്നെ ലക്ഷ്മണ മമ ത്വം, അതായത് നീ എൻ്റെ പുറത്തെ പ്രാണനാണ്, ഞാനൊരു നിമിത്തം മാത്രമായി നിൽക്കുന്നു. ഇതിൻ്റെ രാജ്യ ഭോക്താവും അല്ല, നീ തന്നെയാണ് കർത്താവും ഭോക്താവും. അതായത് രാജ്യത്തിൻ്റെ എല്ലാ എന്താ വെച്ചാൽ അതിൻ്റെ ഭോക്താവ് അത്രത്തോളം രാജ്യം അനുഭവിക്കുന്ന ആ ഭോക്താവ് അനുഭവിക്കുന്നതെല്ലാം ലക്ഷ്മണൻ തന്നെയാണ് എന്നെല്ലാം പറഞ്ഞിട്ടിരുന്നപ്പോഴത്തേക്കാണ് ഇവിടെ അതിന് വിഘ്നം വരാൻ പോകുകയാണ്. അങ്ങനെ ഇത് ആരോ ചെന്ന്
ഒരാൾ, അതായത് രാജീവനേത്ര അഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നത് കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോട് അറിയിച്ചാൻ ഒരു പുമാൻ. അതുവരെ അമ്മയൊന്നും അറിഞ്ഞില്ലായിരുന്നു, കൗസല്യയും സുമിത്രയും. സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്ത് നിർമ്മലമായൊരു മാല്യം നൽകിയാൽ സന്തോഷമായിട്ട് ഇങ്ങനെ നല്ല വാക്കുകൾ, നമുക്ക് അറിയാം, ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ തന്നെ മധുരങ്ങളൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നത് പോലെ നല്ലൊരു കാര്യം കേട്ടപ്പോൾ കൗസല്യ ആ മാതാവ് അത് ഒരു മാല്യം കൊടുത്ത് പറഞ്ഞതാരച്ച അവർക്ക്. കൗസല്യയും തനയാ അഭ്യുദയാർത്ഥമായ, അതായത് ഈ മകൻ്റെ ഗുണത്തിന് വേണ്ടി കൗതുകമോട് പൂജിച്ചതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണ എന്ന് ചേതസി ഭക്തിയാ വണങ്ങി വാണിയിടിനാൾ. അതാണ് നമ്മൾ ഇന്നലെ വായിച്ചത്. ഒരുപാട് വായിക്കുന്നതുകൊണ്ട് എനിക്ക് നാക്ക് അവസാനം തിരിയാതെ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പതുക്കെ വായിച്ചാൽ മതി, ദിവസങ്ങൾ കൂട്ടിയെടുത്താൽ മതിയല്ലോ, വായിച്ച് തീർക്കണമെന്നല്ലേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ബാക്കി അങ്ങോട്ട് വായിക്കാം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്ര അഭിഷേകം കഴിച്ചിടും എന്നുമേ കേകയപുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നതേറ്റവും. അതായത് കൈകേയിക്ക് എന്തോ അല്പം വിഷമങ്ങൾ ഉണ്ടാകും എന്നൊരു തോന്നൽ കൗസല്യമ്മയ്ക്ക് ഉണ്ട്. അപ്പോൾ ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുക അംബികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തവെന്തീശ്വര. അപ്പോൾ കാമനും അതാണ് ദശരഥനും, ആ കൈകേയും കാമുകനും കാമിനിയാണല്ലോ. അവിടെ ചിത്തം എന്തായി വരും ഭഗവാനെ, ദേവി എന്താണോ അറിയില്ലല്ലോ. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നത് നേരം എന്തായി വരും. കാരണം അവരറിഞ്ഞതല്ല, പിതാവിൻ്റെ നിർബന്ധമാണ് ഇങ്ങനെ അഭിഷേകത്തിന് പെട്ടെന്ന് തന്നെ ഒരുക്കിയത്. അപ്പോൾ എന്തായി വരുമോ എന്തോ. അതുമല്ല, ശത്രുഘ്നനും ഭരതനും മാതൃൻ്റെ വീട്ടിലേക്ക് പോയിട്ടുമുണ്ട്. ഇനി നമുക്ക് ശ്രീരാമ അഭിഷേകത്തിന് വിഘ്നം ആണ് ഇനി വരാൻ പോകുന്നത്, നമുക്ക് വായിക്കാം. വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു. അതായത് ഇവിടെ ആരും ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ദേവിയുടെ അടുത്ത് വാനവന്മാർ, അതായത് ദേവേന്ദ്രന്മാരെല്ലാവരും കൂടെ ചേർന്ന് ദേവിയെടുത്ത് അപേക്ഷിക്കുവാണ്. കാരണം ഇവിടെ ഭഗവാൻ അവതരിച്ചത് എന്തിനാ? രാജ്യഭരണം ഏൽക്കാനാണോ? അതോ സാധുക്കളായ ഭക്തന്മാരെയും മഹർഷിമാരെയും രക്ഷിക്കാൻ രാവണ നിഗ്രഹത്തിന് വന്നതാണോ? അത്രയും കഷ്ടപ്പെട്ട് ഭഗവാൻ ഇങ്ങനെ അവതരിക്കണമെങ്കിൽ, ഒരു മനുഷ്യാവതാരം എടുക്കണമെങ്കിൽ എന്തെങ്കിലും നേട്ടം വേണ്ടേ? രാജ്യം ഭരിക്കുന്ന ഭഗവാൻ എന്ത് നേടാനാ? ഭഗവാന്റെ കയ്യിലല്ലേ ഇത് ഈ ലോകം മൊത്തവും ഇരിക്കുന്നത്, പിന്നെ അവിടെ എന്താ? അതുകൊണ്ട് ഭഗവാനോട് വന്ന കാര്യങ്ങൾ നിറവേറ്റുന്നതിന് അവിടെ വാനവന്മാരെല്ലാം പ്രാർത്ഥനയിൽ തുടങ്ങി. കാരണം അവരറിഞ്ഞു ഇവിടെ അഭിഷേകം നടത്താൻ പോകുകയാണെന്ന്. അപ്പോൾ ഒരു പിതാവ് പറയുന്ന വാക്ക് കേൾക്കുന്ന ഉത്തമ പുരുഷനും കൂടെയാണ് ശ്രീരാമൻ. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും വിഘ്നപ്പെടുത്തണം എന്ന്, അല്ലെങ്കിൽ എന്തുവരും, ഭരണമേറ്റാൻ രാവണനെ നിഗ്രഹിക്കാൻ എളുപ്പമാണോ? അതുകൊണ്ട് വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു. എന്താ നിരൂപിച്ചത്? വാണി ഭഗവതി തന്നോട് അപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യയ്ക്ക് എഴുന്നള്ളുക വേണം. അമ്മേ പെട്ടെന്ന് അവിടേക്ക് ചെല്ലണം, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുപോകും. രാമൻ അഭിഷേകം എടുത്താൽ പിന്നെ അവിടെ രാജാവായി അവിടെ വത്സിക്കാനേ പറ്റത്തുള്ളൂ. അതുമല്ല, ഭഗവാൻ മനുഷ്യാവതാരം എടുത്തതുകൊണ്ട് ഓർമ്മ വരത്തില്ല, എന്തിനാ അവതരിച്ചെന്നുള്ള ഓർമ്മയും കിട്ടത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മേ ഇത് മുടക്കാൻ അവിടേക്ക് ചെല്ലണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈ വാനവന്മാർ, ദേവേന്ദ്രന്മാർ. രാമ അഭിഷേക വിഘ്നം വരുത്തിടുവാനാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ വരുത്തിടുവാനാം അവരാരും. രാമ അഭിഷേക വിഘ്നം, അതായത് ഈ വിഘ്നം വരുത്താൻ ആരും ഒഴുക്കും. അതുകൊണ്ട് വരുത്തിടുവാനാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ, അമ്മയല്ലാതെ മറ്റാരും നിരൂപിച്ചാലില്ല. ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ച് അവളെ കൊണ്ട് ചൊല്ലിച്ചു. പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ട് തന്നെ പറയിച്ചുകൊണ്ട് മുടക്കണം. ആദ്യമേ മന്ധരെ കൊണ്ട് മന്ധരുടെ നാവിൽ അമ്മ വിളയാടി നിന്നും കൊണ്ട് അവരെ കൊണ്ട് കൈകേയോട് പറയിക്കണം. എന്നിട്ട് കൈകേയെ കൊണ്ട് രാജാവിനെ അറിയിക്കണം. അങ്ങനത് മുടക്കണം. അതിന് പറഞ്ഞ്
ദേവിയെടുത്ത് പറഞ്ഞു. പിന്നെ വിരവോട് കൈകയെ കൊണ്ട് തന്നെ പറയിച്ചു കൊണ്ട് മുടക്കണം, പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളാൻ മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞു. ഒരനന്തരം ദേവിയെടുത്ത് പറഞ്ഞ് ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെല്ലണം അമ്മേ, ഇതെല്ലാം പറഞ്ഞിട്ട് അമരന്മാർ പറഞ്ഞു മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞു. ഒരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരേ വാണിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അങ്ങനെ മന്ധരയുടെ വദനത്തിൽ, അതായത് ഈ മുഖത്ത് വായിൽ അന്ന് ദേവി കുടികൊണ്ടു. ദേവകാര്യാർത്ഥത്തിന് വേണ്ടി, ദേവന്മാരുടെ കാര്യമാണിത് വേണ്ടുന്നത്, അതാണ് അങ്ങനെ വന്നത്. അപ്പോൾ ത്രിവർക്കയാ കുബ്ജയും, അതായത് 3 വളവുള്ളവളാണ് വക്ര വെച്ചാൽ വളവുകൾ, 3 വളവുള്ളവൾ കുബ്ജ എന്നാണ് പേര്. കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. അതായത് കൈകയുടെ മാളികയിലേക്ക് ഈ കുബ്ജ ചെന്നു. ഈ കൂന് 3 വളവുള്ള കുബ്ജ, ത്രിവക്രയാന്ന് വെച്ചാൽ 3 വളവുള്ളവളെന്നാണ് അർത്ഥം. അങ്ങനെ അവർ കൽപ്പിച്ചുറച്ച്, മനസ്സിലിങ്ങനെ കൽപ്പിച്ചുറച്ചുകൊണ്ട് മാളികയിലേക്ക് ചെന്നു. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ട് കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. അപ്പോൾ ഈ കൈകേയി കണ്ടിട്ട് ചോദിച്ചു, മന്ധരേ ചൊല്ലു, നീ രാജ്യം എല്ലായിടവും എന്തൊരു മൂലം അലങ്കരിച്ച് ഇടുവാൻ? മന്ധരെ നീ പറയും, ഇവിടെ എന്താ ഇവിടെ എല്ലായിടവും അലങ്കരിച്ചേക്കല്ല, എന്തൊരു മൂലം ഇവിടെ എല്ലാം ഈ രാജ്യം എല്ലായിടവും അങ്ങ് അലങ്കരിച്ചേക്കുന്ന എന്താ കാരണം? നീ വല്ലതും അറിഞ്ഞു? നാളിക ലോചനനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം. അപ്പോൾ പറഞ്ഞു, നാളെ രാമന് അഭിഷേകമുണ്ട്. അപ്പോഴും പറയുന്നു. എന്നിട്ട് ഈ മന്ധര തന്നെ കൈകയോട് പറയുന്നു, അവരിത് അറിഞ്ഞില്ലല്ലോ, അതേസമയം മന്ധര അറിഞ്ഞു, എവിടെയോ കിടന്ന് മന്ധര അറിഞ്ഞു. അപ്പോൾ പറയും, ദുർഭഗേ മൂഢേ മഹാഗർഭിതേ, കിടന്ന് എപ്പോഴും നീ ഉറങ്ങിയണമെന്നറിയാതെ നീ എപ്പോഴും ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ, നീ ഒന്നും അറിയണ്ട, നാളെ ഇവിടെ രാമന് അഭിഷേകമുണ്ട്. ഏറിയൊരാപത്ത് വന്നെടുത്തു, നിനക്കാരും ഒരു ബന്ധുവില്ലെന്ന് നിർണയം. ഇത് നിനക്കൊരാപത്തായിട്ട് വന്നേക്കൊണ്ട്, നിനക്കിനി ആരും ബന്ധുവില്ല. രാമ അഭിഷേകം അടുത്ത നാളുണ്ടടോ, രാമൻ്റെ അഭിഷേകം അടുത്ത നാൾ, അതായത് നാളെ ഉണ്ടടോ. കാമിനിമാർ കുലമൗലി മാണിക്യമേ, അവൾ ചൊന്ന് അത് കേട്ട് സംഭ്രമിച്ച് ഉദ്ധാനവും ചെയ്തു. കേകയപുത്രിയും, കേകയ രാജാവിൻ്റെ പുത്രിയാണ് കൈകേയി, അതുകൊണ്ട് കേകയ പുത്രി എന്ന് പറയുന്നത്, കേകയൻ്റെ മകൾ, അതിന് കൈകേയി എന്നും പറയാം, അവരുടെ പേരങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ സംഭ്രമിച്ചു, അവർക്ക് സന്തോഷമാണ് ഈ ശ്രീരാമന് എന്നാൽ അത് കേട്ടപ്പം പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ട് എന്ത് പറയുന്നു, ചിത്രമായൊരു ചാമീകര നൂപുരം, അതായത് പാദസരം, ചിത്രമായൊരു നല്ല ഭംഗിയുണ്ട് കാണാൻ, ചിത്രമായിട്ടൊക്കെ നല്ല പണികളുള്ള ഒരു ചാമീകര നൂപുരം പാദസരം കാലിലിടുന്ന ചിത്തമോദനം നൽകിടിനാളാദരാൽ. ആ ശ്രീരാമൻ ഇത് അഭിഷേകം ചെയ്തെങ്കിൽ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു, അവർ പാദസരം ഈ പറഞ്ഞ മന്ധരയ്ക്ക് കൊടുത്തു. എന്നിട്ട് സന്തോഷമാർന്നിരിക്കുന്ന കാലത്തെങ്കിൽ എന്തൊരു താപം ഉപാഗതമെന്നു നീ, ഇത് സന്തോഷമുള്ള കാര്യമല്ലേ എന്നാണ് കൈകേയി ചോദിക്കുന്നത്. കാരണം അഭിഷേകം ഒരു മകന് അവർ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു മകനാണ്, സ്വന്തം മകനേക്കാൾ ഉപരി. അപ്പോൾ അങ്ങനെയുള്ള മകന് ഇങ്ങനെ അഭിഷേകം നിർമ്മാൻ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇത് പിന്നെ ഈ മൂഢയെന്നും ദുർഭഗെന്നൊക്കെ വിളിച്ചുകൊണ്ട് അവർക്കൊരു സംശയം, എന്തൊരു താപം ഉപാഗത എന്ന് നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല, അതിനില്ലൊരു അവകാശമേതെന്ന് നിരൂപിച്ചാൽ. എന്തായാലും അതിനൊരു അവകാശമല്ല, നീ എന്താ പിന്നെ അങ്ങനെ പറഞ്ഞത്? ഇതിന് താപം, നിനക്ക് വിഷമം വരാൻ കാരണം എന്താന്ന് മന്ത്രിയുടെ ചോദിച്ചു. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ, എനിക്ക് രാമനോളം പ്രിയം എന്നുള്ളിൽ എൻ്റെ ഉള്ളിൽ മറ്റാരെയുമില്ല. എൻ്റെ മകനായ എന്തോല്ല പേര് ഭരതൻ, അതിന് എല്ലാവരിലും ഉപരിയായി രാമനോളം പ്രിയം ആരോടും ഇല്ലെന്ന് ഇവർ തന്നെ പറയുന്നു. അത്രയുമല്ല, ഭരതനേക്കാൾ മമ പുത്രനാൻ രാമനെ സ്നേഹം എനിക്ക്, മകനേക്കാൾ സ്നേഹം എനിക്ക് രാമനോടാണ്. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. രാമനും അതുപോലെ തന്നെയാണ്, എന്നോടാണ് എല്ലാവരിലും ഇഷ്ടം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിയ നീ. ഇത്രയും വിശ്വാസവും സ്നേഹവും ബഹുമാനവും ഒക്കെ, ഭക്തിയൊക്കെ ഇത്ര മറ്റാരും ഇല്ല എന്നറിയ നീ മന്ധരെ. അതുകൊണ്ട് നല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പു, എനിക്ക് തന്നട്ടെ. അതാണ് നല്ല വസ്തുക്കൾ എന്തെങ്കിലും രാമന് കിട്ടിയാൽ അത് കൈകേയിക്ക് കൊടുത്തല്ലാതെ, കൗസല്യ എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മ, ഇത് ഭരതൻ്റെ അമ്മയാണ് ഈ കൈകേയി, ലക്ഷ്മണൻ്റെ അമ്മയാണ് സുമിത്ര. അപ്പം കൈകേയിക്ക് ഒരു മകൻ
കൗസല്യയ്ക്ക് ഒരു മകൻ, ശ്രീരാമൻ കൗസല്യയുടെ ഒരേ ഒരു മകൻ, ഭരതൻ ഒരേ ഒരു മകൻ ഈ കൈകേയിക്കും. 2 പേരാണ് സുമിത്രയ്ക്ക്, ലക്ഷ്മണനും ശത്രുഘ്നനും. അപ്പോൾ നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. എൻ്റെ ഈ മകൻ ശ്രീരാമൻ, സ്വന്തം മകനെ പോലെ വിളിക്കുന്ന എൻ്റെ മകൻ എനിക്ക് തന്നിട്ടേ മറ്റാർക്കും കൊടുക്കുകയുള്ളൂ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകിയിലൊട്ടുമേ ഭേദം അവനിൽ ഒരിക്കലും ഒരു ഭേദവുമില്ല. എനിക്ക് എന്ത് പറഞ്ഞാലും, ഞാൻ എന്ത് ഇഷ്ടമില്ലാത്ത പറഞ്ഞാലും ഒരു ഭാവഭേദവും മകനില്ല. അശ്രാന്തം എന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. അങ്ങനെ എന്നെ അശ്രാന്തം അത്രമാത്രം സമയമെടുത്ത് മടികൂടാതെ ശുശ്രൂഷ ചെയ്തു. എന്ത് പറഞ്ഞാലും അശ്രാന്തം അത്രമാത്രം അശ്രാന്ത പരിശ്രമം നമ്മൾ കേട്ടില്ലേ, വിശ്രമമില്ലാത്ത പരിശ്രമം അത്രയും ചെയ്താലും ഒരു മടിയും കൂടാതെ എന്നെ ശുശ്രൂഷ ചെയ്ത് ന്യായം പ്രീതിപൂർവകമാണ് ഈ മകൻ എന്നോട് കാണിക്കുന്നത്. മൂഢേ നിനക്കെന്ത് രാമങ്കൽ നിന്നൊരു പേടി ഉണ്ടാവാൻ അവകാശമായതും. എന്താ മന്ധരെ മൂഢേ, നിനക്ക് എന്താ ഇങ്ങനെ രാമനോട് ഇത്ര വിഷമം തോന്നുന്നത്? എന്തുകൊണ്ടാ അങ്ങനെ പേടി ഉണ്ടായത്? രാമനെ അഭിഷേകം ചെയ്യാൻ ഇഷ്ടമല്ലാത്തത്? സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈക മാനസൻ ശാന്തൻ ദയാപരൻ. ഭഗവാൻ, അത് ശ്രീരാമൻ ഭഗവാനാണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ സർവജനപ്രിയനാണ്, സർവജനങ്ങൾക്കും പ്രിയനാണ് മമാത്മജൻ എൻ്റെ മകൻ. നിർവൈര മാനസൻ, വൈരാഗ്യമില്ലാത്തവൻ, നിർവൈരൻ, അത് വൈരമില്ലാത്തവൻ, ദേഷ്യമില്ലാത്ത, ആരോടും പകയില്ലാത്തവൻ, ശാന്തൻ ദയാപരൻ. കേകയ പുത്രിതൻ വാക്കുകൾ കേട്ടവൾ ആകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ. കേകയപുത്രി പറഞ്ഞത് കേട്ടിട്ട് പിന്നും ആകുല ചേതസ വിഷമത്തോട് വീണ്ടും പറയുന്നു. പാപേ മഹാഭയ കാരണം കേൾക്ക നീ. എൻ്റെ ഈ ഭയങ്കരമായ ഭയം എന്താ വരുന്നതെന്ന് നീ കേൾക്കൂ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ? രാജാവ് നിന്നെ വഞ്ചിച്ചത് നീ അറിഞ്ഞില്ലേ? തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമാനതിനായി അയച്ചതും. അതായത് ഈ കുട്ടികളെ രണ്ടിനെയും കൂടെ, അത് ഭരതനെയും സുമിത്രയുടെ മോനായ ശത്രുഘ്നെയും കൂടെ മാതുലനെ കാണാൻ അയച്ചത് ചേതസി കൽപ്പിച്ചുകൊണ്ട് തന്നെ. ഇത് അവർ ധരിക്കുന്നത് ഇത് മനഃപൂർവ്വമായിട്ട് ഇത് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ വിട്ടതാണ്. ഇനി ഭരതൻ ഇവിടെ നിന്നാൽ ഈ അഭിഷേകം മുടക്കി കളഞ്ഞാലോ അങ്ങനെയൊക്കെയുള്ള ചിന്ത മന്ധരയ്ക്ക് പോയി. ഇതൊക്കെ പറയിച്ചത് ആരാണ്? ദേവിയാണ്. അങ്ങനെയൊക്കെ എന്നാലേ ഇത്രയൊക്കെ അങ്ങോട്ട് നന്നായി കുത്തി വയ്ക്കണം, മരുന്ന് കുത്തി വയ്ക്കണം. എന്നാലേ ഈ കൈകൈക്ക് നന്നായി ഇത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആകത്തുള്ളു. അല്ലെങ്കിൽ എന്ത് വരും? രാമന് തന്നെ അഭിഷേകം കിട്ടുമെന്ന് പറഞ്ഞാൽ പോയില്ലേ? എന്ത് പോയില്ലേ? രാവണനെ വധിക്കുന്ന പിന്നെ ആരാണ്? അതുകൊണ്ട് എന്ത് വേണം, എത്രയും അങ്ങോട്ട് മരുന്ന് കുത്തിവെച്ച് അവരുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുന്നത് അമ്മ ദേവിയുടെ മരുന്നാണ് ഈ പ്രയോഗിക്കുന്ന മന്ത്രയിൽ കൂടി. അപ്പോൾ ചേതസ് കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇതാണ് രാജാവ് ഇത് മനഃപൂർവ്വമായി മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് അവരെ അമ്മാവൻ്റെ വീട്ടിലേക്ക് വിട്ടത്. രാജ്യ അഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം. അതുകൊണ്ട് അപ്പം ശത്രുഘ്നൻ പോയിട്ട് എന്താ കുഴപ്പമില്ല, കാരണം ഇവിടെ ലക്ഷ്മണനുണ്ടല്ലോ, സൗമിത്രയുടെ ഒരു മകനുണ്ടല്ലോ കൂടെ. അതും ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ചാണ്. കാരണം അവർ ഭഗവാൻ നാരായണൻ ശ്രീരാമൻ, ശേഷൻ അനന്തനാണ് ഇവിടെ ലക്ഷ്മണൻ, ബലരാമൻ. അപ്പോൾ കൃഷ്ണനായിട്ടൊന്നും ബലരാമനായിട്ടൊന്ന്, ഇപ്പം ഇവിടെ ലക്ഷ്മണനായിട്ടൊന്ന് ഈ അനന്തൻ തന്നെയാണ്. ഭഗവാന്റെ എപ്പോഴും ഒന്നിച്ച് നടക്കുന്ന അവർ രണ്ടുമാണ്. ഇവിടെ നടക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ രാജ്യാഭിഷേകം രാമനാണെങ്കിൽ പോലും രാജ്യാനുഭൂതി ആർക്കാണ്? സൗമിത്രിക്കാണ്. കാരണം ഒന്നായിട്ട് നിൽക്കും അവർ രണ്ടുപേരും. അപ്പോൾ ഇവിടെ രാമൻ്റെ പേര് പറഞ്ഞാൽ ഇതിൻ്റെ ഐശ്വര്യവും പ്രതാപവും എല്ലാം സൗമിത്രിക്ക് നിർണയം. അതായത് രാജ്യാനുഭൂതി. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യം. അപ്പോൾ സുമിത്രയ്ക്ക് എന്തായാലും ഭാഗ്യ, ലക്ഷ്മണൻ്റെ അമ്മയായതുകൊണ്ട് സുമിത്രയ്ക്ക് സന്തോഷം, ശ്രീരാമൻ്റെ അമ്മ കൗസല്യയുടെ അവർക്കും സന്തോഷം. പക്ഷെ നീ ഒറ്റയ്ക്കായി പോകും, കാരണം ഇതിനകത്തെങ്ങും ഇടപെട്ടിട്ടില്ല ഭരതൻ. അതുകൊണ്ട് ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യം. നീ അവിടെ എല്ലാം ദാസിയാകേണ്ടി വരും കൈകേയി. കാരണം അവിടെ രാജ്യഭാരത്തിലൊന്നും ഭരതനെ വച്ചിട്ടില്ല. അതേസമയം ശ്രീരാമനോട് ലക്ഷ്മണൻ എപ്പോഴും ഉള്ളതുകൊണ്ട് അവർ രണ്ടും ഒന്നായി തന്നെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് കൗസല്യ തന്നെ പരിചരിച്ചിടുക, കൗസല്യ നന്ദനൻ തന്നെ ഭരതനും. അപ്പോൾ കൗസല്യ നന്ദനൻ തന്നെ ഭരതനും സേവിച്ചു. കാരണം കൗസല്യ നന്ദനായ ശ്രീരാമനെ ഭരതനും സേവിച്ചുകൊണ്ട് നിൽക്കും. ഈ തള്ളമാരെ ഈ കൈകയും ദാസികളായിട്ട് നിൽക്കുമെന്ന്. അതാണ് കൗസല്യ തന്നെ പരിചരിച്ചിടുക ആരാ? കൈകേയി.
കൗസല്യ നന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും. നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനെ സഹിക്കേണ്ടി വരും. കാരണം അവരെല്ലാം രാജാക്കന്മാരും റാണിയായിട്ടൂടെ കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ദാസനും ദാസിയായിട്ടാണ്. ഭരതൻ ശ്രീരാമൻ്റെ ദാസനും കൈകേയി കൗസല്യയുടെ ദാസിയായിട്ട് ഇങ്ങനെ കഴിയേണ്ടി വരും. അതും പുറത്ത് നിങ്ങൾ സഹിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വം ഏതുമേ നാട്ടിൽ നിന്ന് ആട്ടിക്കളകിലും ഒരു. അപ്പോൾ അത് ഭാവിക്കയും വേണ്ട രാജ്യത്വം ഏതുമേ നാട്ടിൽ നിന്ന് ആട്ടിക്കളകിലുമാ, ഒരു വാട്ടം വരാതെ വധിച്ചിടുകലുമാ. രാജാക്കന്മാരല്ലേ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടില്ലേലും കുറ്റം വച്ചിട്ട് നിങ്ങളെ ഈ നാട്ടിൽ തന്നെ കടത്താനും അവർ മതി. രാജാവ് കൽപ്പിച്ച ആ കൽപ്പനയാണ്. അതുപോലെ വേണ്ടത് നിങ്ങളെ വധിക്കാനും വേണ്ടി വന്നാൽ ചെയ്യും. കാരണം എന്തും കൽപ്പിച്ചാൽ എന്തും ചെയ്യാനുള്ള അവകാശം ഒരു രാജാവിനുണ്ട്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ആട്ടിക്കളകിലുമാ, ഒരു വാട്ടം വരാതെ വധിച്ചിടുകലുമാ. സാ പത്നിജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ട് ധരണിയിൽ വാഴുകയിൽ. ഇങ്ങനെ ഒരു പത്നി ദുഃഖം, ഇതൊരു പത്നി ദുഃഖമാണല്ലോ. അതായത് രാജാവിൻ്റെ ഭാര്യയാണ്, അപ്പോൾ ഒരു പത്നിയാണ്. ആ ദുഃഖവും പേറി ഇങ്ങനെ പരിഭവം കൊണ്ട് ദാസികളായി കഴിയുന്ന ഭേദം എന്ത് വേണം, മരിക്കുന്നതാണ് നല്ലതെന്ന് ഈ മന്ധര പറയുന്നതാണ്. സാ പത്നി ജാത പരഭാവം കൊണ്ടുള്ള താപവും കൊണ്ട് ധരണയിൽ വാഴുകയിൽ നല്ലൂ മരണം, അതിനില്ല സംശയം. ഇങ്ങനെ കഴിയുന്നതിനേക്കാളും നല്ലത് കൈകേയി നിനക്ക് മരണമാണ് നല്ലതെന്ന് മന്ധര പറഞ്ഞു കൊടുത്തു. ചൊല്ലുവൻ ഞാൻ തവ നല്ലത് കേൾക്ക നീ. ഞാൻ അതിനൊരു കാര്യം പറയാം, നല്ല കാര്യം പറയാം, നീ അത് കേൾക്കൂ. മന്ധര പറയുന്നതിന് ഉപായം പറഞ്ഞു തരാം. ഉത്സാഹമുണ്ടോ നിനക്കെങ്കിൽ ഇക്കാലം തൊൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. നിനക്ക് ഉത്സാഹമുണ്ടെങ്കിൽ ഈ സമയം നിന്റെ സുതൻ തന്നെ വാഴും, നരവരൻ വാഴിക്കും. നിനക്കതിന് ഇഷ്ടമുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ, ഉത്സാഹമുണ്ടെങ്കിൽ നീ വിചാരിക്കണം. ഉത്സാഹമുണ്ടെങ്കിൽ നിന്റെ മകനെ തന്നെ ഈ രാജാവ് ഇവിടെ വാഴിക്കും, അതായത് ഭരതനെ തന്നെ രാജാവാക്കും. രാമനീരേഴാണ്ട് കാനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം. അതായത് രാജാവിൻ്റെ ആജ്ഞപ്രകാരം 14 വർഷം കാനനവാസത്തിന് ചെയ്യുമാറാക്കണം. 14 വർഷം വനത്തിൽ താമസിക്കാൻ ഈ രാജാവ് തന്നെ ആജ്ഞ പുറപ്പെടുവിക്കണം. നാടടക്കം ഭരതന് വരും അതിപ്രൗഢ കീർത്തിയാൽ നിനക്കും വസിക്കാൻ ചിരം. അങ്ങനെ വന്നാൽ നാടടക്കം, ഈ നാട് മൊത്തം ഭരതന് വരും. എന്താ, പ്രൗഢിയും കീർത്തിയും. അപ്പോഴെന്ത് വരും, നിനക്കും വസിക്കാൻ ചിരം. നിനക്കും നിന്റെ മകൻ്റെ പ്രൗഢിയും കീർത്തിയും കണ്ട് നിനക്ക് സുഖമായി കഴിയാം. അപ്പോൾ മറ്റുള്ളവരൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ദാസിയാവാം എന്നൊക്കെയാ ഈ മന്ധര പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് വേണമെന്നാകിൽ അതിനൊരു ഉപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. അതിന് വേണമെങ്കിൽ ഞാൻ ഉപായവും പറഞ്ഞുതരാം. മന്ധര പറഞ്ഞു, ഞാൻ ഉപായവും നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താ ഉപായം? മുന്നം ആശ്രയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നെ സൈന്യ സമം തേരിലേറിനാൻ. അതായത് മുമ്പ് അസുരന്മാരും ദേവന്മാരുമായിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ മിത്രാർത്ഥമായിട്ട് മഹേന്ദ്രൻ അർത്ഥിച്ചു. എങ്ങനെ അപേക്ഷിച്ചു, ദശരഥ മഹാരാജാവിനോട് യുദ്ധം കടുക്കുന്നത് കൊണ്ട് സഹായിക്കണമെന്ന് അദ്ദേഹം, അതായത് ദേവേന്ദ്രൻ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? തൊണ്ടയ്ക്ക് വേദന ഞാൻ കുറേശ്ശെ ഇന്ന് വായിക്കും, സ്പീഡ് വായിക്കാൻ പറ്റൂല മക്കളെ. നമുക്ക് കുറച്ച് വായിച്ചിട്ടാൽ മതി. അല്ലാതെ സ്പീഡിന് വായിച്ചാൽ ഒരക്ഷരം പോലും എനിക്ക് തിരിയുന്നില്ല. വായിക്കാൻ നാക്ക് പിന്നെ അങ്ങ് പോകെ റെസ്റ്റ് ഇല്ല എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ മുന്നം അസുരന്മാരും ദേവന്മാരുടെ യുദ്ധം തുടങ്ങിയപ്പോൾ ദശരഥ മഹാരാജാവിനെ അവർ അപേക്ഷിച്ചനുസരിച്ച്, ദേവേന്ദ്രൻ ക്ഷണിച്ചതനുസരിച്ച് മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തങ്ങളുടെ സമം, സൈന്യക്കൂട്ടങ്ങളെല്ലാം കൊണ്ട് സൈന്യത്തോടു കൂടി തേരിലേറിനാൻ നിന്നോടുകൂടവേ വിണ്ണിലകം വെക്കൂ. കാരണം ഈ കൈകേയും കൊണ്ടാണ് അന്ന് വിണ്ണിലോട്ട് പോയത്. അപ്പോൾ എന്ത് വന്നു? നിന്നോടുകൂടവേ വിണ്ണിൽ, അത് ഈ ദേവലോകത്ത് അകമ്പുക്ക് സന്നദ്ധനായി ചെന്ന അസുരരോട് ഏറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥ അക്ഷകീലം. രഥത്തിൻ്റെ അച്ചാണി, ഈ ചക്രം കറങ്ങുന്നതിനകത്തൊരു ആണി പോലെ എന്താ ഇടും, അത് ഇട്ടെങ്കിൽ ഇങ്ങനെ അതിൽ നിന്നല്ല കറക്കം. അപ്പം ആ രഥ അക്ഷകീലം, അത് രഥത്തിൻ്റെ അച്ചാണി പോരിലെന്നത് അറിഞ്ഞതുമില്ല ദശരഥ. അപ്പോൾ ഈ ചിഹ്നമായി പോയി, ഈ അച്ചാണി അങ്ങ് ചിഹ്നമായിപ്പോയി. അപ്പോൾ അവിടെ അച്ചാണി വേറെ ഇട്ടില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഒക്കത്തില്ല. ഇദ്ദേഹം അത് അറിഞ്ഞതുമില്ല, ദശരഥന് അറിയുന്നുമില്ല, യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചിഹ്നമായി വന്നു രഥ അക്ഷകീലം, പോരിലെന്നത് അറിഞ്ഞതുമില്ല, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തെങ്കിൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണ രക്ഷാർത്ഥമായി
യുദ്ധം കഴിയുവോളം അങ്ങനെ നിന്നതും അണ്ണം ഇത് നമ്മുടെ ഹസ്തം കൈയുടെ ഒരു വിരല് ഈ അച്ചാണിക്ക് പകരം ഉപയോഗിച്ച് ഈ കൈകൈയുടെ. അപ്പോൾ യുദ്ധം കഴിയോളം എന്ത് ചെയ്തു, ഈ ഭർത്താവിൻ്റെ ഈ രാജാവിൻ്റെ പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ കൈകേയി അങ്ങനെ ചെയ്തു നിന്നു. അതുകൊണ്ട് ശത്രുക്കളെ വധം ചെയ്ത് പൃഥ്വീന്ദ്രനും യുദ്ധനിവർത്തനായ ഒരു ദശാന്തരെ, അതായത് ശത്രുക്കളെല്ലാം വധം ചെയ്തിട്ട് രാജാവ് യുദ്ധം നിവർത്തനായി, യുദ്ധം തീർന്നപ്പോൾ ദശ അന്തരെ നിൻ തൊഴിൽ, അതായത് ഈ കൈകൈ ചെയ്ത ഈ പ്രവൃത്തി കണ്ട് അത് സന്തോഷം ഉൾക്കൊണ്ട് ചെന്തളർമേനി പുണർന്നുടൻ ചെന്ന് സന്തോഷമായിട്ട് അവരെ താലോലിച്ച് നീ ചെയ്ത ഈ ഒരു ഇതൊരു നല്ലൊരു കാര്യമില്ല. ആരും ചെയ്യുന്നതാണോ സ്വന്തം വിരൽ ആ അച്ചാണിക്ക് പാരായിട്ട് കൊടുത്തത്? അതുകൊണ്ട് ആ തൊഴിൽ കണ്ട് സന്തോഷമായി രാജാവിന്. അങ്ങനെ അവരെ ചെന്തളർമേനി അവരെ സന്തോഷമായിട്ട് പുണർന്നുടൻ പുഞ്ചിരി പൂണ്ട് പറഞ്ഞതു ഭൂപനും. എന്താ പറഞ്ഞത്? നിൻ ചരിതം നന്നു നിരൂപിച്ചാൻ 2 വരം തരാം, നീ എന്നെ രക്ഷിച്ചു കൊണ്ടത് മൂലം വരിച്ചു കൊണ്ടാലും നീ. അങ്ങനെ നീ ആ പ്രയത്നം എനിക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് നിനക്ക് 2 വരം ഞാൻ തരാം. അത് നീ എന്നെ രക്ഷിച്ചത് കൊണ്ടാണ് അങ്ങ് തരുന്നത്. അത് നീ ചോദിച്ചു വാങ്ങിക്കുക. നിനക്ക് എന്താണ് വേണ്ടത്? ആ 2 വരം അത് നിനക്ക് എന്താ പറയുന്നത് അത് ഞാൻ ചെയ്തു തരും, അത് തരും, ഭരിച്ചു കൊണ്ടാലും നീ ചോദിച്ചാലും. അപ്പോൾ ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്ത് ചിത്ത സമ്മോദം കലർന്ന് ചൊല്ലിയിടേന. ഇത് മന്ധര ഓർത്ത് പറയുന്നതാണ്. ഇതൊക്കെ അന്ന് നടന്ന സംഭവം. ഇപ്പം നിനക്ക് അതിനൊരു ഉപായം പറഞ്ഞു തരാമെന്ന് മറന്നു പോകരുത്. ഈ ഒരു ഉപായം പറഞ്ഞിരിക്കുന്നത് എന്തിനാ? ഇത് വെച്ച് വേണം ഇനി പേശാൻ, രാജ്യം ഭരതന് കൊടുപ്പിക്കാൻ. അതിന് വേണ്ടുന്ന ഉപായം മന്ധര ഓർത്ത് പറയും. ഇതൊക്കെ മറന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വരങ്ങളും ചോദിച്ചതൊക്കെ. അപ്പോൾ അത് അന്നത്തെ കാലത്ത് മറന്നിരുന്നെങ്കിൽ എപ്പോഴും വേണമെങ്കിലും കൊടുക്കാനുള്ള രീതിയിൽ അന്ന് അദ്ദേഹത്തിന് തന്നെ ഏൽപ്പിച്ചേക്കുക. അത് ഇപ്പം ചോദിക്കാനാണ്. അതിനാണ് ഇത് മറക്കരുത്. കാര്യം ഇതാണ് സംഭവം. ഈ വരം ഇപ്പം ചോദിക്കാനാണ് ഇവിടെ മന്ധര പറയുന്നത്. ഭർത്തൃവാക്യം കേട്ട് നീയും അന്നേരത്ത് ചിത്ത സമ്മോദം കലർന്ന് ചൊല്ലിട്ട്. ഇത് മന്ധര ഈ കൈകെടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇങ്ങനെ ആയിരുന്നല്ലോ, സൗണ്ട് അടപ്പുള്ളതുകൊണ്ടാ. അങ്ങനെ ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. അതായത് അന്ന് നീ അത് വരം ചോദിച്ച് വാങ്ങിച്ചില്ല. അത് ഭഗവാന്റെ കയ്യിൽ തന്നെ, അത് രാജാവിൻ്റെ തന്നെ ഇരിക്കട്ടെ. ആവശ്യം വരുമ്പോൾ എനിക്ക് അത് എനിക്ക് വിഷമം കൂടാതെ തന്നാൽ മതി ഞാൻ ചോദിക്കുമ്പം. അങ്ങനെ അന്നേ ദശരഥ മഹാരാജാവിന് തന്നെ ആ വരം ഇരിപ്പോണ്ട്. ചോദിക്കുമ്പോഴേ അതെന്തെന്ന് അറിയാൻ പറ്റും. അവർ ചോദിച്ചിട്ടില്ല ഇതുവരെ. എന്ത് രാജ്യം മൊത്തം വേണമെന്നോ എന്ത് വേണം ചോദിക്കാം, അവർക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. ആരും കൊല്ലാൻ പറഞ്ഞാൽ അതും ചോദിക്കാം. അതുകൊണ്ട് അവർ ഇപ്പം പറയുന്നു ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. അന്ന് ഞാൻ അങ്ങേ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഈ വരം. അതായത് സ്വന്തം ഭർത്താവ് അത്രമാത്രം സ്നേഹമുള്ള ഒരു ഭർത്താവായതുകൊണ്ട് ഈ വരം ഞാൻ ഒരു സമയത്ത് എനിക്ക് വേണ്ടുമ്പോൾ ഞാൻ ചോദിച്ചു കൊള്ളാം. അന്നേ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു വെച്ചേക്കുക ഈ വരം. അത് ഞാനൊരു അവസരത്തെങ്കിലും അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടൂ. അന്ന് നീ പറഞ്ഞില്ലേ എനിക്ക് വിഷമം കൂടാതെ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ. ആ വരം നീ ഇന്ന് ഒരു മടി കൂടാതെ ചോദിക്കണം എന്നാണ് ഈ ഉപായം മന്ധര കൈകൈക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനും മറന്നു കിടന്നതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയ. അത് മന്ധര മറന്നു നടക്കുന്നതായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പം തോന്നി ബലാലീശ്വരാജ്ഞ. ഇത് ഈശ്വരൻ്റെ ആജ്ഞ. കാരണം ദേവി അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഓർക്കാത്തത് ഓർക്കും. അപ്പോൾ ഞാനും മറന്നു കിടന്നതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയ. ധീരതയോടിനി ക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. അതുകൊണ്ട് നീ ഇപ്പോൾ ചെന്ന് ധീരതയോട് നല്ല ധൈര്യത്തോടുകൂടി ക്ഷിപ്രം ഇപ്പോൾ തന്നെ നീ ചെന്ന് ക്രോധാകാരം, ഈ ക്രോധം വഴക്കെ കൂടി ക്രോധം വരുമ്പോൾ ചെന്ന് കിടക്കുന്നൊരു ഒരു വീടുണ്ട്, ആലയം, ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വീടോ എങ്കിലൊക്കെ കാണും. വലിയ രാജാക്കന്മാരല്ല, അവർക്കും വീടായിട്ട് തന്നെ കാണും. ആലയം എന്നാ പറയുന്നത്, വീട്. അപ്പോൾ അവിടെ നിനക്ക് ക്രോധം വരുമ്പോൾ കിടക്കുന്ന ആലയത്തിൽ പോയി കിടക്കാൻ പറഞ്ഞു. ധീരതയോട് നീ ക്ഷിപ്രം പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ നീ ക്രോധാകാരം പ്രവിശ്യ കോപന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് അത് ശോഭ പൂണ്ടോര് കാർകൂന്തലടിച്ചിട്ട്, അതായത് ശോഭയേർന്ന മുടിയൊക്കെ അഴിച്ച് പിരുത്തം കിടണം. കാരണം ക്രോധമല്ലേ. ആഭരണങ്ങളൊക്കെ പൊട്ടിച്ചെറിയണം. താലിമാലൊക്കെ നീ പൊട്ടിച്ച് കളാം. എന്നിട്ട് ശോഭ പോണ്ടൊരു കാർകൂന്തലൊക്കെ അഴിച്ചിട്ട് പൂമേനിയും പൊടി കൊണ്ടങ്ങ് അണിഞ്ഞിഹ. ഈ മേനി ശരീരമൊക്കെ നിലത്ത് കിടന്ന് ഉരുളുമ്പം അവിടുത്തെ പൊടി, കാരണം
എന്നും കയറുന്ന മുറിയല്ല, ക്രോധം വരുമ്പോൾ മാത്രം കയറുന്ന മുറികളാണ്. അപ്പം അവിടെ ചെല്ലുമ്പം എന്നും തൂത്തുവാരൊക്കെ ഒന്നും കാണില്ല, വല്ലപ്പോഴല്ലേ കയറുള്ളൂ, വഴക്കൂടുമ്പോഴല്ലേ കയറുള്ളൂ. അപ്പോൾ ആ പൊടിയെല്ലാം പുറത്താക്കണം. അതാണ് ശോഭ പൂണ്ട ഒരു കാർകൂന്തൽ മുടിയൊക്കെ അഴിച്ചിട്ട് ഭൂമിനെയും പൊടി കൊണ്ട് അണിഞ്ഞിങ്ങിയ ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തുണ്ട്. കാരണം ഭൂമിയിൽ വെറും നിലത്ത് ഇങ്ങനെ കിടക്കണം, മലിനം അത് അഴുക്കുള്ള ആ തറയിൽ തന്നെ കിടന്നിട്ട് കണ്ണുനീരാലെ മുഖവും മുലകളും എല്ലാം കണ്ണുനീർ ഒഴിച്ചിങ്ങനെ എല്ലായിടും അങ്ങ് കുതുക്കണം. കണ്ണുനീര് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യേകിച്ച് വെള്ളമൊക്കെ ആയാലും മതി, കുറച്ച് കണ്ണുനീര് മതി. ഇത് ഇത്രയൊക്കെ അങ്ങ് കുതിരണമെങ്കിൽ ശരിക്കും കണ്ണുനീരുണ്ട്. സങ്കടം ഉണ്ടെങ്കിലല്ലേ അത്രയും കണ്ണുനീര് വരത്തുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ച് കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊള്ളുക വരദയും ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മന്ദര ചൊന്ന പോലെ അതിന് ഏതും ഒരു അന്തരം കൂടാതെ ചെന്ന് കൈകയും അവർ പറഞ്ഞനുസരിച്ച് തന്നെ കണ്ണുനീരാലെ മുഖവും മുലകളെല്ലാം നനച്ച് കരഞ്ഞുകൊണ്ട് അവർ വരദയും ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ച് മാനസം. അതായത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സത്യം പറയുമ്പോൾ ഇതെല്ലാം ഉറപ്പിച്ച് മാനസം അങ്ങനെ സന്തോഷമായിട്ട് അവർ അത് വിശ്വസിച്ചിട്ട് അതുപോലെ അവർ മന്ദര പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നു. മന്ദര ചൊന്ന പോലെ അതിനേതും ഒരന്തരം കൂടാതെ ചെന്ന് കൈകയും പഥ്യം ഇതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയെ മേവിനാൾ. അങ്ങനെ ഇതെല്ലാം ഈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇനി ആരാ ചെയ്യണമെന്നേ? കൈകേയി. മന്ദര പറയാനുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റൂ, ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് പഥ്യം ഇതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ചു. ആരാ? ഈ കൈകേയി. അതിന് ചെയ്യേണ്ടതെല്ലാം ഞാൻ തന്നെയാണല്ലോ, ഞാൻ ചെയ്യാം എന്നും പറഞ്ഞവർ ചിത്തമോഹന മനസ്സ് സന്തോഷമായിട്ട്, കാരണം നടക്കാൻ പോണ സംഭവമല്ലേ, ചിത്തമോഹേന അപ്പോഴും സന്തോഷമൊക്കെ ആയി. ഇങ്ങനെ ചെന്ന് കിടക്കുമ്പോൾ സംഭവം ശരിയാവും. അങ്ങനെ കോപാലയെ ഏതാ കോപാലയം? ദേഷ്യം, കോപം, അത് വരുമ്പം കിടക്കുന്ന മുറി ആലയം, അവിടെ പോയി കിടന്നു. കൈകേയി മന്ദരയോട് ചൊന്നാൾ ഇനി രാഘവൻ കാനനത്തിന് പോവോളൂ. അപ്പം കൈകേയി മന്ദരയോട് പറയുന്നു, ഇത്രയും നല്ലൊരു കാര്യമല്ലേ അവർ പറഞ്ഞു കൊടുത്ത്, ആർക്കെങ്കിലും ഇത്രയും ബുദ്ധിയുണ്ടോ? അതുകൊണ്ട് ഇതിന് പകരം എന്താ കൊടുക്കുക? അതിന് കൈകേയി പറയുന്നു, മന്ദരയോട് പറയുന്നു, കൈകേയി മന്ദരയോട് ചൊന്നാൾ ഇനി രാഘവൻ കാനനത്തിന് പോവോളവും ഞാൻ ഇവിടെ കിടന്നിടുവാൻ അല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവാൻ നിർണയം. അപ്പോൾ എന്ത് പറയുന്നു? കാനനത്തിന് രാഘവൻ പോവോളവും എപ്പോൾ പോകുന്ന അതുവരെ ഞാൻ ഇവിടെ തന്നെ ഈ കോപം ഉണ്ടാകും കിടക്കുന്ന ആലെ തന്നെ ഇവിടെ കിടന്നിടുവാൻ, അല്ലായെങ്കിൽ അങ്ങനെ പോകുന്നവരെ അവിടെ കിടക്കും, അല്ലെങ്കിൽ എന്തൊരു പോയില്ലെങ്കിൽ എൻ്റെ പ്രാണനെയും കളഞ്ഞിടാൻ നിർണയം. അങ്ങനെ പറയണമെന്ന് പറഞ്ഞ് ഈ രാജാവ് വരുമ്പോൾ രാഘവൻ അതായത് ശ്രീരാമൻ പോയാൽ പ്രാണനെ കളയത്തില്ല, പോയില്ലെങ്കിൽ എൻ്റെ പ്രാണനെയും കളയും എന്ന് നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്ന് ഭരതന് ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭരതന് ഭൂപരിത്രാണാർത്ഥം ഇന്ന് ഭരതന് രാജാവ് ചെയ്താൻ അഭിഷേകമെങ്കിൽ, ഇത് ശ്രീരാമന് കൊടുക്കാതെ ഭരതന് തന്നെ അഭിഷേകം ചെയ്യാമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ. ആർക്കാ? മന്ദരയ്ക്ക്. ഇതിന് ഇത്രയും പറഞ്ഞു കൊടുത്ത് തന്നെ നന്ദിക്ക് വേണ്ടിയിൽ നൽകുവൻ. എന്താ? 100 ദേശങ്ങൾ. അതിനുള്ള സംശയം. ഇപ്പോൾ ഒരു പാദസരം കൊടുത്തതേ ഉള്ളൂ. അതെന്തിനാ? രാമൻ അഭിഷേകം നേട്ടപ്പോൾ പാദസരം കൊടുത്ത് സന്തോഷമുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇവരിത്രയും പറഞ്ഞു കൊടുത്തവർക്ക് ബുദ്ധി വന്നേ, ശരിയാ, ഞാൻ ദാസിയോ ഒക്കെ ആയിപ്പോയാൽ എങ്ങനെ കഷ്ടമാണ്, എന്നെ അവരൊക്കെ കൊന്നാലോ, ഇവിടുന്ന് ആട്ടി പായിച്ചാലോ ആര് ചോദിക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ അതുമല്ല ഇപ്പോൾ രാജാവ് എത്ര നാളത്തേക്കാ? ഭർത്താവ്, പിന്നെ മകനല്ലേ, ശ്രീരാമനല്ലേ, അപ്പോൾ എന്തും വരാമെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് 100 ദേശങ്ങൾ അതിനുള്ള 100 ദേശങ്ങൾ മന്ത്രിക്ക് കൊടുക്കാൻ. ഇങ്ങനെ സംഭവിച്ചാൽ ഭരതനെ രാജ്യം വാഴിക്കാനും ശ്രീരാമനെ വനത്തിൽ അയക്കുകയും ചെയ്ത ഈ ഒരു പ്രവൃത്തി ശരിയാവുകയാണെങ്കിൽ നിനക്ക് ഞാൻ 100 ദേശങ്ങൾ തരും, അതിനില്ല ഒരു സംശയം. ഏതും ഇതിനൊരു ഇളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരുന്നിട്ടാ. നീ ഇതിനൊരു ഇളക്കമില്ലാതെ നീ ഇങ്ങനെ ചെയ്താൽ, ഇത് ഈ പറഞ്ഞതുപോലെ കരഞ്ഞും വിളിച്ചോടെ കിടന്നിട്ട് പ്രാണം കളയെന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ, ഇളക്കം കൂടാതെ ചെയ്താൽ ചേതസി നിൻ്റെ മനസ്സിൽ ചിന്തിച്ച കാര്യം വരും ദൃഢമെന്ന് മന്ദര ഉറപ്പും കൊടുത്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 100 ദേശം ഇവർക്ക് കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ അവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും. അങ്ങനെ അതേപോലെ തന്നെ അനുഷ്ഠിച്ചു. ധീരനായി ഏറ്റവും ദയാനിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി ദേശീയ വാക്യസ്ഥനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കില്ല. അപ്പോൾ ഇത്രയെല്ലാം ഗുണമുള്ളവനാണെങ്കിലും ഭഗവാൻ ശ്രീരാമൻ ഇതെല്ലാം ഗുണങ്ങളുള്ളവനാണ്. അപ്പോൾ ഇത്രയും ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും, അപ്പോൾ ദേശിക വാക്യസ്ഥനായും സുശീലനായും ആശയശുദ്ധനായും വിദ്യാനിരതനായും
ധീരനായും ദയാനിതനായും ഗുണാചാര സംയുക്തനായും നീതിജ്ഞനായും എല്ലാം ഉള്ള ഒരു പുരുഷനാണെങ്കിലും ഇപ്പം ശ്രീരാമൻ അങ്ങനെയാണെങ്കിലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നത് ജനപ്രിയനാണ്. പക്ഷേ ദുഷ്ടസംഘം കൊണ്ട് ഇപ്പം രാജാവായിട്ട് അവിടെ കഴിഞ്ഞു കൂടുന്ന സമയത്ത് ശ്രീരാമന് തോന്നും ഒരാളുമായിട്ട് ചിലപ്പോൾ ദോഷ സമയം വരും, അങ്ങനെയൊക്കെ വരും. ഒരു ഇഷ്ടമില്ല, ഒരു ദുർജനത്തിനോട് കൂട്ടുകൂടണമെന്ന് തോന്നും. അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട്ട് ഇഷ്ടമല്ലെങ്കിൽ പോലും ചിലപ്പം തോന്നുക അയാളുടെ കൂടെ നിന്ന് പൊക്കളയാ, അതുകൊണ്ട് അങ്ങയുടെ കൂടെ, അപ്പം അയാൾ ഒരു കുടിയനാണെന്ന് കൂട്ടിക്കും. ഈ പോകുന്നയാളും രണ്ടു നേരം അയാളുടെ പോകുമ്പോൾ അയാളുടെ കൂടെ ഇയാളെ ഇരുന്നങ്ങ് കുടിച്ചെന്നിരിക്കും. അപ്പം ആരായി? ദുഷ്ടനോട് നല്ലവൻ ചേർന്നപ്പോൾ ദുഷ്ടനായി മാറിയില്ലേ? അതുപോലെ ശ്രീരാമൻ നല്ലവനാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ദുർജനത്തിനോട് കൂടിയാൽ അത് സംഭവിച്ചിരിക്കും. അതവിടെ പറയുന്നത്. അപ്പോൾ ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദിനായി വന്നുകൊടുന്നു. അപ്പം പിന്നെ എല്ലാവരും സജ്ജനങ്ങളെ നിന്ദിക്കത്തില്ലേ? ശ്രീരാമൻ നല്ലവനായിരുന്നു, എന്തരായിരുന്നു, ഇപ്പം താണ്ടില്ല, അവനോട് കൂടി ചേർന്ന് ഇപ്പം ദാ ദുഷ്പ്രവൃത്തിയേ ചെയ്യുന്നു പറയത്തില്ലേ, നിന്ദിക്കത്തില്ലേ? അതുകൊണ്ട് ദുർജന സംസർഗം ഏറ്റവും അകലവേ. അമ്മയായാലും ഭാര്യയായാലും മക്കളായാലും ആരായാലും ഭർത്താവായാലും ഭാര്യയായാലും ദുർജനമാണെന്ന് നമ്മൾ കണ്ടാൽ ഒരിക്കലും അത് മാറത്തില്ല എന്ന് നമ്മൾ കണ്ടാൽ എന്ത് വേണം? സംസർഗം വേണ്ട, ഏറ്റവും അകലെ പിടിച്ചോണം, ദൂരെ നിർത്തിക്കോണം. ദുർജന സംസർഗം ഏറ്റവും അകലവേ എന്നാണ് പറയുന്നത്. ഒരു ദൈവ പൈതലായിട്ട് നമുക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത അത്രമാത്രം ക്രൂരതയായിട്ടുള്ള ശീലമുള്ള ഒരു ദുർജനാണ് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ അയൽവക്കത്തോ ഉള്ള അവരുമായിട്ട് കൂട്ടുകൂടാനേ പാടില്ല. ആരായാലും, അയൽക്കാരായാലും സ്വന്തക്കാരായാലും ബന്ധക്കാരായാലും അങ്ങനെ ഉള്ളവരായിട്ട് ചേർച്ച നല്ല സജ്ജനങ്ങൾക്ക് കൊള്ളത്തില്ല. സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങളെ ചേരത്തുള്ളൂ. ഒരിക്കലും അസുരനും ദേവനുമായിട്ട് എന്താണ് യുദ്ധം വരുന്നത്? എന്താ കാരണം? ദുർജനാണ്. ഈ അസുരന്മാരെല്ലാം വേണ്ടാത്തതേ ചെയ്യത്തുള്ളൂ, നീതിക്ക് അല്ല അവർ നിരക്കത്തില്ല. അത് ദേവന്മാർ നീതിയൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചേരത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിലും ഈ പ്രപഞ്ചത്തിലും ഇത് സാത്വിക രാജസ താമസക്കാരുണ്ട്. തമോ ഗുണം ഏറിയിരിക്കുന്നവരും സാത്വിക ഗുണം ഏറിയിരിക്കുന്നവരും രണ്ടും രണ്ടാണ്. ദേവന്റെ ഗുണമാണ് സാത്വികം, അതേസമയം അസുരന്റെ ഗുണമാണ് തമോ ഗുണം. അപ്പോൾ എങ്ങനെ ദേവനും അസുരനായിട്ട് ചേരും? ഒരിക്കലും ചേരത്തില്ല. അതുകൊണ്ട് എന്ത് വേണം? അവരെ ദൂരെ നിർത്തിക്കോണം, വർജിക്ക വേണം. അതാണ് ദുർജന സംസർഗം ഏറ്റവും അകലവേ വർജിക്ക വേണം. വർജിക്കാൻ എടുത്തു കളയും, വേണ്ട, വർജിക്കുക, ഇല്ലാതാക്കുക. പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കജ്ജളം അതായത് സ്വർണത്തിൽ വിളക്കിൻ്റെ കരിയോ എന്തെങ്കിലും നമ്മളെ സ്വർണത്തിലോട്ടൊന്ന് പിടിച്ചാൽ അത് ആ സ്വർണത്തിന് പ്രഭയില്ല, പ്രഭ ഇല്ലാതെ പോകും. അതുപോലെ തന്നെയാണ് സജ്ജനങ്ങൾ ദുർജനമായിരിക്കുന്ന ആ കരി ഇങ്ങോട്ട് പിടിച്ചാൽ. അതേസമയം ഒരു സജ്ജനത്തിൻ്റെ കൂടെ ദുഷ്കർമ്മി ഒന്ന് എനിക്ക് നന്നാവണമെന്ന് കരുതി സജ്ജനത്തോട് കൂടെ ചേർന്നാൽ എന്ത് വരും? ആ ദുർജനം നന്നായി വരും. സാത്വികൻ്റെ കൂടെയാണ് ചേരുന്നത്. സാത്വികൻ്റെ കൂടെ ചേരുമ്പോൾ സാത്വികൻ ദുർജനത്തോട് കൂടുന്നെങ്കിലേ ദുർജനമാകും. പക്ഷെ സാത്വികൻ്റെ കൂടെ ദുർജനം ചേർന്നാൽ ആ ദുർജനം നന്നായി വരുന്നത്. കാരണം ഇദ്ദേഹം കാണിക്കുന്നതെല്ലാം പ്രവൃത്തിയെല്ലാം അദ്ദേഹം പഠിക്കും. അതേസമയം സാത്വികൻ ഒരു ദുർജനത്തിൻ്റെ കൂടെ അങ്ങോട്ടാണ് ചേരുന്നെങ്കിലോ അയാളുടെ പ്രവൃത്തി അയാൾ ഒന്നുകൊണ്ടും ഈ സാത്വികം വേണമെന്ന് ചിന്തിച്ചിട്ടല്ലല്ലോ ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരിക്കലും സാത്വികനാവത്തില്ല. ആ ദുർജനങ്ങളുടെ ശീലം ഇദ്ദേഹത്തിന് വരത്തേ ഉള്ളൂ. കാരണം ഇദ്ദേഹത്തിന് അത് അല്പം ഇഷ്ടമായിട്ടാണല്ലോ ദുർജനത്തിൻ്റെ കൂടെ കൂടുന്നത്. അത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനസ്സിൻ്റെ ഭാവം പോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ ചിന്ത. എങ്ങനെ വരുന്നു? എനിക്കിപ്പോൾ അയാളോടെ പോയി എനിക്കൊന്ന് മിനിങ്ങാൽ കൊള്ളാം എന്നൊരു ചിലപ്പോൾ ചിന്ത തോന്നും. അങ്ങനെ ഒന്നായി രണ്ടായി പോയപ്പോൾ അവസാനം താനി ദുഷ്കർമ്മിയായി വരും. അതേസമയം ഒരു ദുർജനം ചിന്തിക്കും, അത് നല്ല ഒരുത്തനാ, അയാളെ കൂടെ കൂടെ എനിക്ക് വെച്ച് നന്നാവാം എന്ന് ദുർജനം വിചാരിച്ചെന്തോരം നന്നാവും. സാത്വികൻ്റെ കൂടെ കൂടിയാൽ നന്നാവും. അങ്ങനെയാണ് ഇതിനകത്ത് രണ്ടും രണ്ട് രീതിയാണ്. സജ്ജനത്തിൻ്റെ കൂടെ ദുർജനം കൂടുന്നത് എന്തുകൊണ്ടാണ്? കണിശമായിട്ടും നന്നാവണം ഓർത്തിട്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇതേ അവസ്ഥ വരുന്നത്. തൊണ്ട പോയി. എങ്കിലോ രാജാ ദശരഥൻ ആദരാൽ പങ്കജനേത്ര അഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞു കൊണ്ട് അന്തപുരമകം പുക്കരുളിയിടിനാൻ. അങ്ങനെ രാജാവ് രാത്രി എല്ലാം കഴിഞ്ഞിട്ട് മന്ത്രിമാരൊക്കെ പിരിഞ്ഞ് വീട്ടിൽ ചെല്ലത്തില്ലേ, അന്തപുരത്തിലേക്ക് പോകത്തില്ലേ. അതുവരെ രാജാവ് മന്ത്രിയായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ വെളിയിലാണല്ലോ. അങ്ങനെ ചെന്ന് അകത്ത് കയറി അന്തപുരത്തിൽ ചെന്നപ്പോൾ അന്നേരം പ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണാകിയ കാരണം സൗണ്ടില്ല, തുടക്കാൻ വയ്യ, ഇപ്പം ബലം പ്രയോഗിച്ച കാര്യം പറയാം, അതുകൊണ്ടാണ് ഇങ്ങനെ പോണത്. എത്രയും വിഹുലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചത് ഈ ദൃശ്യം.
അതായത് മനസ്സിൽ നിരൂപിച്ച് എന്താ എന്നും ഞാനിവിടെ വരുമ്പോൾ എൻ്റെ അടുക്കെ ഓടി വരുന്ന ആ കൈകൈ ഇപ്പം എവിടെ പോയി, എന്താ എൻ്റെ പത്നിയെ കാണാത്തത്, നോക്കിയപ്പോൾ എന്തെല്ലാം അവരെവിടെ പോയേക്കുന്നേ, അവർ കോപം വരുമ്പം കിടക്കുന്ന ആലയത്തിൽ കിടക്കുവാണ്. അപ്പോൾ എന്ത് വന്ന് പത്നിയെ കണ്ടില്ല. രാജാവ് വന്നപ്പോൾ എത്രയും വിഹുലനായൊരു ഭൂപനും വിഷമമായി. ചിത്രധാരിങ്കൽ നിരൂപിച്ചത് ഈ ദൃശ്യം മനസ്സിൽ ചിന്തിച്ചു. മന്ദിരം തന്നെ ഞാൻ ചെന്നുകൂടും വിധു. ഈ മാളികയിൽ വന്നാലുടനെ വിധു പെട്ടെന്ന് തന്നെ മന്ദസ്മിതം ചെയ്ത് അരികെ വരും പുര. സന്തോഷമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടുകൂടി നല്ല മുഖത്തോടുകൂടി തന്നെ ഈ കൈകൈ വരുന്നതാണ് എന്നും. സുന്ദരിയാം അവൾ ഇന്ന് എങ്ങ് പോയിനാൾ, ഇന്ന് ആ സുന്ദരി എവിടെ പോയി, ഇന്ന് ഇവിടെ പോയിട്ടാ, ഇന്ന് വന്നപ്പോൾ എൻ്റെ അടുക്ക് വന്നില്ലല്ലോ. അങ്ങനെ മനസ്സോട് ചിന്തിച്ചു. മന്ദമാകുന്നത് ഉന്മേഷം എൻ മാനസേ, എൻ്റെ മനസ്സിൻ്റെ ഉന്മേഷമൊക്കെ മന്ദമാകുന്നു, ഇല്ലാതാകുന്നു, കുറച്ച് പൊക്കൊണ്ടിരിക്കുന്നു, എന്തോ വൈഷമ്യം പോലെ. ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങ് പോയിടിനാൾ. ദാസികളോട് വിളിച്ച് ചോദിച്ച അവസാനം കാണാഞ്ഞു. ദാസികളെ ഭവൽ സ്വാമിനി, അതായത് ഈ കൈകേയി കല്യാണഗാത്രി മറ്റെങ്ങ് പോയിടിനാൾ. രാജാക്കന്മാരൊക്കെ ഇങ്ങനെയാണ് സന്തോഷമായിട്ടൊക്കെ ഭാര്യമാരെ റാണിയെന്നും ഭദ്രയെന്നും സ്വാമിനിയെന്നും ഇങ്ങനെയൊക്കെ വിളിക്കുക. അതേസമയം ചില വീട്ടിലൊക്കെ ഉണ്ടല്ലോ, വിളിക്കുമെങ്കിൽ നല്ല പേരെ വിളിക്കത്തുള്ളൂ. ഇതൊക്കെ ഞാൻ എത്ര കണ്ടേക്കുന്നു. എൻ്റെ അമ്മ പാറുക്കുട്ടിയാ, അച്ഛൻ പാറുക്കുട്ടീന്നേ വിളിക്കും, അമ്മ സ്വാമിയെന്നും വിളിക്കും. അതാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ശീലം. പക്ഷേ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് അല്ലാതെ വിളിക്കുന്നതൊക്കെ. ഒരു തെറ്റും ചെയ്തില്ലേലും അവിടെയൊക്കെ വായിൽ എന്തൊക്കെയാണ് വരിക. കാരണം ചില നാട്ടിൽ അത്രയ്ക്കും ദുഷിച്ച നാടാണ്. ഒരു വിവരമില്ലാത്ത ഭക്തിപരമായി യാതൊന്നും ഇല്ലാത്ത കുടുംബത്ത് അങ്ങനെയൊക്കെ പലതും ഒക്കെ നടക്കുന്നത്. എന്തും ആരെയും വിളിക്കുന്നതിനും അവരെയൊക്കെ അടിക്കുന്നതിനും ഒരു പ്രയാസവും ഇല്ല. ആരെങ്കിലും കുറ്റം കാണിച്ചാൽ ആരുടെ മക്കളെന്ന് നോക്കുന്നത് അങ്ങ് അടി കൊടുക്കും. ഇങ്ങനെയൊക്കെ ചില വീട്ട് വലിയ പ്രൗഢിക്കാരായിട്ട് ധാർഷ്ട്രികളായിട്ട് നടക്കുന്നവരുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധുത്വം ഇല്ലാത്തവർ അവരാരെ എന്തും വിളിക്കും. ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങ് പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്ത് ദേവി തന്ന ആളികളും പറഞ്ഞിടിനാർ. അപ്പോൾ ദാസികൾ പറഞ്ഞു, ദേവി തന്നെ ആളികളും പറഞ്ഞിടിനാർ. അങ്ങനെ അത് കിടക്കുന്നതിൻ്റെ അർത്ഥം ദാസിന്നാ. ക്രോധാലയം പ്രവേശിച്ച് അതിൻമൂലം ഏതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവ. ക്രോധാലയത്തിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, കണ്ടില്ല. തത്ര ഗത്വാ നിന്ദ്രയുടെ ദേവി തൻ ചിത്തം അനുസരിച്ചിടുക വൈകാതെ. അതുകൊണ്ട് പോയി നിന്ദ്രയുടെ തന്നെ, നിന്ദ്രയുടെ വെച്ചാൽ ഈ രാജാവിന് ദാസിമാർ അങ്ങനെ രാജാവെന്നൊന്നും വിളിക്കത്തില്ല. നിന്ദ്രവടി പോയി തന്നെ അത് മനസ്സിൽ ചിത്തം അനുസരിച്ചിടുക. എന്താ വൈകാതെ പോയി ചെല്ലൂ, എന്താണെന്നറിയൂ എന്നത് കേട്ട് ഭയേന മഹീപതി ചെന്ന് അങ്ങ് അരികത്തിരുന്നു. സസംഭ്രമം അങ്ങനെ ചെന്ന് ഭയം തോന്നി. കാരണം അങ്ങനെ ക്രോധാലയത്തിൽ പോകണമെങ്കിൽ രാജാവ് ഒന്നും ചെയ്തിട്ടില്ല, മന്നവരായിട്ട് ഒരു പിണക്കവും വന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ പോയി ഇങ്ങനെ കിടക്കാൻ? കാരണം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും അവിടെ പോകാറുള്ളൂ എന്ന് കണ്ടിട്ട് അദ്ദേഹം അങ്ങ് ഭയന്നു. മഹീപതി വെച്ചാൽ രാജാവ്. ചെന്ന് അരികത്തിരുന്ന് സംഭ്രമിച്ച് ഇങ്ങനെ എന്താ പറ്റി, ഇവിടെ പിന്നെ കിടക്കണേ, അത്രയ്ക്ക് എന്തോ കാര്യമുണ്ടല്ലോ. മന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലു എന്തിത് വല്ലഭേ, എന്താ കാര്യം, ഇവിടെ നടക്കുന്ന എന്തിനാ? കാരണം അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തു, അതുകൊണ്ട് നന്നായി ചോദിക്കാമല്ലോ. നാഥേ എന്നുവെച്ചാൽ നാഥേ വെറും നിലത്തുള്ള പൊടി അണിഞ്ഞ ആതങ്കമോട് കിടക്കുന്നത് ഇങ്ങനെ വിഷമിച്ച നീ എന്തിനാ ആതങ്കം? നാഥേ വെറും നിലത്തുള്ള പൊടിയൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ആകുന്നില്ല, ഇങ്ങനെ പൊടി അണിഞ്ഞ ആതങ്കമോട് കിടക്കുന്ന എന്തോ നീ എന്താ ഇങ്ങനെ വിഷമിച്ച് ഇവിടെ കിടക്കുന്നത്? ചേതോ വിമോഹന രൂപേ ഗുണശീലേ, ഖേദമുണ്ടായത് എന്നോട് ചൊല്ലടോ. നിനക്ക് എന്ത് ഗുണശീലേ, നിനക്കൊന്നും വിളിക്കുന്നില്ല, അതുപോലും വിളിക്കുക. അതായത് ഗുണശീലേ ചേതോ വിമോഹന രൂപേ, ഖേദമുണ്ടായത് എന്നോട് ചൊല്ലടോ. എന്താ വിഷമം വന്നത് താങ്കൾക്ക്? പ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ. നിനക്ക് ആരും അതായത് സ്വജന ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ അവരാരും വിപ്രിയം, അതായത് ഇഷ്ടമില്ലാത്തത്, പ്രിയമല്ലാത്തതാണ് വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ. നാരികളോ നരന്മാരോ ഭവതിയോട് ആരൊരു വിപ്രിയം ചെയ്തത് വല്ലഭേ? ആരാ ഈ വിപ്രിയം ഇഷ്ടമില്ലാതെ ചെയ്തത്? അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി കിടക്കണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം അറിയാം ആരും എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. ദണ്ഡിനെന്നാകിലും ബദ്ധനെന്നാകിലും ദണ്ഡം എനിക്കതിനില്ല നിരൂപിച്ചാൽ, നിർദ്ധനെത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പൻ അവനെ ഞാൻ. നിനക്ക് ആരെങ്കിലും നിനക്ക് ദണ്ഡിനെന്നാകിലും ദണ്ഡിക്കണമെങ്കിലും അതല്ല കൊല്ലണം, ബദ്ധനെന്നാകിലും ദണ്ഡം എനിക്കതിനില്ല നിരൂപിച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങ് ചെയ്തിരിക്കും,
കൊല്ലണോ കൊല്ലാം, നിനക്ക് നിന്നോട് വല്ലതും ചെയ്തോ, നിർദ്ധന എത്രയും നിനക്ക് ഇഷ്ടം, പാവപ്പെട്ട അർത്ഥമില്ല ധനമില്ലാത്തവനാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള നിനക്കെങ്കിലും അർത്ഥപതിയാക്കി വയ്പ്പൻ അവനെ ഞാൻ അർത്ഥങ്ങളെല്ലാം ഞാൻ കൊടുക്കാം. ബദ്ധിനെ നൂനം അബദ്ധ്യനാക്കിടുവൻ, കൊല്ലാൻ വിധിക്കപ്പെട്ടതാണ്, നിനക്ക് ഇഷ്ടമല്ല കൊല്ലണം പറഞ്ഞാൽ ഞാൻ കൊല്ലത്തില്ല, അവധ്യനാക്കാം. അതുപോലെ തന്നെ ബദ്ധ്യനാക്കട അവധ്യനെയും, അതായത് കൊല്ലേണ്ടുന്നവനെ കൊല്ലാതെ പാവപ്പെട്ട നിരപരാധി കൊല്ലണോ അത് ഞാൻ ചെയ്യാം. വേണ്ടുകിൽ നൂനം നിനക്ക് അധീനം മമ ജീവനം മാനിനി, ഖേദിപ്പതിന് എന്ത് കാരണം, മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നത് ഇപ്പോൾ എനിക്ക് മൽപുത്രൻ രാഘവൻ, എനിക്ക് ഏറ്റവും ഇഷ്ടം രാഘവനെയാണ്. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കരാരത്നമേ ചെയ്വൻ തവഹിതം, ഇങ്ങനെ ഖേദിപ്പിയായമാം വല്ലഭേ, ഇങ്ങനെ ഖേദിക്കാതിരിക്കൂ. എന്ത് വേണമെങ്കിലും എൻ്റെ ശ്രീരാമനാണ് ഞാൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനാണ് ശ്രീരാമൻ. ആ ശ്രീരാമനാണ് ഞാൻ. അങ്കരാരത്നമേ ചെയ്വൻ, എന്താണ് രത്നമേ നിനക്ക് ഇഷ്ടം, എന്ത് ചെയ്യണമെന്ന് പറ, ഞാനത് ചെയ്തിരിക്കും എന്നിവിടെ പറഞ്ഞു. നമുക്ക് ഇനി അടുത്ത ദിവസം ബാക്കി വായിക്കാം. മുടങ്ങാതെ വായിക്കാം മക്കളെ. ഇത്ര വായിക്കണമെന്ന് ഒരിക്കലും നിയമം ഇതിൽ പറഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനെ 30 ദിവസം തീർക്കണമെന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരിക്കലും വായിക്കാത്തവർക്കാണത്. ഒരിക്കലും വായിക്കാത്തവർക്ക് എന്ന് വെച്ചാൽ അവർക്ക് പിന്നുള്ള മാസങ്ങളൊന്നും വായിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. ഈ ഒരു മാസം മാത്രം വായിക്കണം, അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ഇതെന്നും വായിക്കേണ്ടത്, നമുക്ക് ഇത് തീരോളം വായിക്കാം. ചിങ്ങമാസത്തിലും വായിക്കാം. ഇത് വായിച്ച് നിർത്തിയിട്ടേ ഞാൻ മതിയാക്കത്തുള്ളൂ. എനിക്ക് ആകുമെങ്കിലേ, കാരണം ഇന്നത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റും. നാളെ ഇപ്പം തന്നെ തൊണ്ട ഇരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അങ്ങനെയുള്ള രാമൻ അങ്കരാരത്നമേ ചെയ്വന്തവ ഹിതം, ഇങ്ങനെ ഖേദിപ്പിയാകിയമാം വല്ലഭേ. യുദ്ധം ദശരഥൻ കൈകേകിയെ തന്നോട് സത്യം പറഞ്ഞ് അത് കേട്ട് തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്ത് മനവൻ തന്നോട് മന്ദരം ഉര ചെയ്താൾ. അങ്ങനെ ഇവിടെ നിർത്താം, ഈ ഭാഗം തന്നെ നിർത്താം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖനോഹം. എല്ലാ മക്കൾക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ, ഭഗവാൻ അനുഗ്രഹം കിട്ടട്ടെ. ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.